ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. PSC, SSC, RRB മുതലായ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ പുതിയൊരു പങ്ക്തി ആരംഭിക്കുകയാണ്. അപ്പോൾ ഒരാഴ്ച നമുക്ക് പ്രധാനപ്പെട്ടുള്ള തൊഴിൽ വാർത്തകളും ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ അറിഞ്ഞിരിക്കേണ്ട മികച്ച തൊഴിൽ അവസരങ്ങളെല്ലാം പറ്റി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ആദ്യം തന്നെ നല്ലൊരു വാർത്ത വരുന്നത് RRBയിൽ നിന്നാണ്. നമ്മുടെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനും അതോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഹോൾഡേഴ്സിനും ജൂനിയർ എഞ്ചിനീയറിംഗിന്റെ ആപ്ലിക്കേഷൻ വിളിക്കാനായിട്ട് പോവുകയാണ്. സെപ്റ്റംബർ 13 ആപ്ലിക്കേഷൻ വെക്കേണ്ട അവസാനത്തെ തീയതി എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ RRBയുടെ സൈറ്റ് ഒന്ന് സന്ദർശിക്കണം. ഓഗസ്റ്റ് 14 മുതൽ സെപ്റ്റംബർ 13 വരെയാണ് ആ ഒരു അവസരം ഉണ്ടാകുക. ഏകദേശം 4098 അവസരങ്ങളാണ് റെയിൽവേ ഒരുക്കാനായിട്ട് പോകുന്നത്. മറ്റൊരു കേന്ദ്ര ഗവൺമെന്റ് ജോലിയുമായിട്ട് വരാൻ പോകുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. 389 മാനേജർ എക്സിക്യൂട്ടീവ് തസ്തികകളിലേക്കാണ് വിളിക്കാനായിട്ട് പോകുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. ബിരുദവും ബിരുദാനന്തര ബിരുദവും PG ഡിപ്ലോമയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് ഒന്ന് സന്ദർശിക്കുക. അവിടെയുള്ള റിക്രൂട്ട്മെന്റിന്റെ കാര്യങ്ങളൊന്ന് നോക്കുക. എല്ലാവരും പല യോഗ്യതകളുള്ള പല പോസ്റ്റുകളിലേക്ക് മൊത്തം 389 അവസരങ്ങളാണ് വരാനായിട്ട് പോകുന്നത്. അവസാന തീയതി എന്ന് പറയുന്നത് 9/9/2026. ISROയിലെയാണ് ഇനി മറ്റൊരു അവസരം വരുന്നത്. അപ്പർ ഡിവിഷൻ ക്ലർക്ക് അടക്കം 242 ഒഴിവുകളിലേക്കാണ് നിയമനം വരാനായിട്ട് അല്ലെങ്കിൽ വിജ്ഞാപനം വരാനായിട്ട് പോകുന്നത്. അതിൽ തന്നെ 150ഓളം അസിസ്റ്റന്റ് അല്ലെങ്കിൽ അപ്പർ ഡിവിഷൻ ക്ലർക്ക് എന്നുള്ള കാറ്റഗറിയിലേക്ക് ഉണ്ട്. അപ്പോൾ അതിന് തിരുവനന്തപുരത്ത് അടക്കം വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ ISRO പോലെയുള്ള പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോലി നോക്കുന്നവർക്ക് നല്ലൊരു ചാൻസ് ആണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ഇന്നാണ് വന്നിരിക്കുന്നത്. ഇന്നെന്ന് പറയുമ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് 27 ജൂലൈ 2026. അപ്പോൾ ഇതിന്റെ അപേക്ഷ ഓൺലൈനായിട്ടാണ്. അവസാന ദിവസം എന്ന് പറയുന്നത് അപേക്ഷിക്കേണ്ട അവസാനത്തെ ദിവസം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 16 ഒരു 500 രൂപയോളം നിശ്ചിത ഫീസ് ഉണ്ടായിരിക്കും. അതിൽ പെൺകുട്ടികൾക്ക് എന്താണ് അത് തീർച്ചയായും സൗജന്യമായിട്ടുള്ളതായിരിക്കും. റീഫണ്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും ആ ഒരു ഫീസ് എന്ന് പറയുന്ന നാമമാത്രമായിട്ടുള്ള ഒരു ഫീസാണ്. അപ്പോൾ കേരളത്തിൽ തന്നെ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലി ഇനി നേഴ്സിംഗ് യോഗ്യതയുള്ളവരെ സംബന്ധിച്ചോളം നല്ലൊരു വാർത്ത വരുന്നുണ്ട്. രാജ്യത്തെ ഏറ്റവും മികച്ച ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടുള്ള എയിംസിൽ നേഴ്സുമാരെ വിളിക്കുന്നുണ്ട്. ഏകദേശം 2218 ഒഴിവുകളിലേക്കാണ് എയിംസ് വിളിക്കാനായിട്ട് പോകുന്നത്. പല എയിംസുകളിലായിട്ടാണ് ഒഴിവുകൾ ഉള്ളത്. അപ്പോൾ നേഴ്സിംഗ് യോഗ്യതയുള്ളവർ BSc നേഴ്സിംഗ് ഒക്കെ പഠിച്ച ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം നല്ലൊരു കാര്യമാണ് വരാനായിട്ട് പോകുന്നത്. മികച്ച ഒരു ജോലിയായിരിക്കും, മികച്ച ഒരു കരിയറൊക്കെ സ്വപ്നം കാണുന്നവരെ സംബന്ധിച്ചോളം നല്ല ഒരു വാർത്തയാണ് വരാനായിട്ട് പോകുന്നത്. ഇതൊരു CBT എക്സാം ആയിരിക്കും. 2 ഘട്ടമുള്ള പരീക്ഷയായിരിക്കും. സെപ്റ്റംബർ 12 അതോടൊപ്പം തന്നെ സെപ്റ്റംബർ 30 ഘട്ടങ്ങൾ ഉണ്ടാകുക. പ്രിലിമിനറി 12 മെയിൻസ് 30 ആയിരിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് ആപ്ലിക്കേഷൻ വെക്കേണ്ട അവസാനത്തെ തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് 13 അപ്പോൾ എല്ലാവരും ഈ ഒരു നേഴ്സിംഗ് യോഗ്യത ഉള്ള ആളുകൾക്ക് സംബന്ധിച്ചോളം വേഗം പോയി എയിംസിന്റെ ആ ഒരു സൈറ്റിൽ പോയി അപ്ലൈ ചെയ്യേണ്ടതാണ്. അടുത്തൊരു വാർത്ത വരുന്നത് ഇന്ത്യൻ ആർമിയിൽ നിന്നാണ്. 76 വേക്കൻസികളാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓഫീസർ തസ്തികയിലേക്കാണ് നിയമനം അല്ലെങ്കിൽ വിജ്ഞാപനം വരാനായിട്ട് പോകുന്നത്. അത് ബിരുദത്തിനോടൊപ്പം തന്നെ NCC C സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ അതിലൊരു B ഗ്രേഡിൽ കുറഞ്ഞത് പാടില്ല. അതോടൊപ്പം തന്നെ മുൻ സൈനികർക്ക് എന്തെങ്കിലും ദുരിതത്തിനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആക്സിഡന്റലി മരിച്ചു പോയവരുടെ മക്കൾക്ക് ഈ ഒരു കാര്യം അവിടെ നിർബന്ധമല്ല. അപ്പോൾ NCCയിൽ ഉണ്ടായിരുന്ന C ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്ന എല്ലാവരും പോയി അപ്ലൈ ചെയ്തോളൂ. ആർമി നിങ്ങളെ കാത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ITI യോഗ്യതയുള്ള ആളുകളെ സംബന്ധിച്ചോളം ഒരു അവസരം വരുന്നുണ്ട്. 25 തീയതി വരെയാണ് അപേക്ഷിക്കാനുള്ള ആ ഒരു തീയതി എന്ന് പറയുന്നത്. ഒരു വാക്കിനിലൂടെ ആയിരിക്കും അടുത്ത റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഒഡീഷയിലെ റൂർക്കല എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 26 വരെ ആയിരിക്കും ഈ ഒരു റിക്രൂട്ട്മെന്റിന്റെ ആ ഒരു കാലയളവ് എന്ന് പറയുന്നത്. അധ്യാപക യോഗ്യതയും അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസും ഉള്ളവരെ സംബന്ധിച്ചോളം ഒരു നല്ലൊരു വാർത്ത UPSൽ നിന്ന് വരുന്നുണ്ട്. ഡൽഹിയിൽ വിവിധ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കൂളുകളിൽ
ഈ ഒരു വൈസ് പ്രിൻസിപ്പൽ അതോടൊപ്പം തന്നെ പ്രിൻസിപ്പൽ എന്നുള്ള പോസ്റ്റുകളിലേക്ക് ഒരു വിജ്ഞാപനം വരാനായിട്ട് പോവുകയാണ്. ഏകദേശം 828 അധ്യാപകരെയാണ് UPSC ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇതിലൊരു നമുക്ക് എന്താ പറയുക, PGയും വേണം, BEdും വേണം, അതിനോടൊപ്പം തന്നെ എക്സ്പീരിയൻസും ഉള്ള അധ്യാപകരെയാണ് അവർ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അവർ റിക്രൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. എക്സ്പീരിയൻസ് അതോടൊപ്പം തന്നെ ടീച്ചിങ് ക്വാളിഫിക്കേഷൻസ് ഉള്ള അധ്യാപകരെല്ലാം തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, നല്ലൊരു നോട്ടിഫിക്കേഷനാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി തന്നെ ഒന്ന് കാത്തിരിക്കണം. UPSCയുടെ വെബ്സൈറ്റിൽ അവർ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഉടൻ തന്നെ അവർ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി കേരള PSCയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ, എല്ലാവരും കാത്തിരുന്ന ഡിഗ്രി മെയിൻസ്, നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. അത് ഒക്ടോബർ 14-ാം തീയതി ഉച്ചകഴിഞ്ഞായിരിക്കും നടക്കാനായിട്ട് പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷയായിട്ടുള്ള ജൂനിയർ ലാബ് അസിസ്റ്റന്റ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള MLT ഒക്കെ സ്പെഷ്യൽ ടോപ്പിക് ആയിട്ടുള്ള ലാബ് അസിസ്റ്റന്റിന്റെ തീയതിയും വന്നിട്ടുണ്ട്. ഒക്ടോബർ 3-ാം തീയതി ആയിരിക്കും ആ ഒരു പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നതെന്ന് വെച്ചാൽ, നമുക്ക് മറ്റൊരു ഡിഗ്രി മെയിൻസ് കൂടിയുണ്ട്. SBCID എന്ന് പറയുന്നത് പോലീസിന് കീഴിലുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന SBCID നടക്കാനായിട്ട് പോകുന്നത് 28/10/2026 അതോടൊപ്പം തന്നെ VFAയുടെ നേരത്തെ വന്ന ഒരു ന്യൂസ് ആണ്. VFAയുടെ മറ്റു ഡേറ്റുകളും വന്നിട്ടുണ്ട്. ഒരെണ്ണം 17/10/2026, മറ്റൊന്ന് 31/10/2026 നടക്കാനായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ വേറൊരു വാർത്ത വന്നു വെച്ചാൽ, നമുക്ക് ഈ ഒരു ചോദ്യ പേപ്പർ ലീക്ക് ആയതുകൊണ്ട് മാറ്റിവെച്ച നമ്മുടെ ഒരു പരീക്ഷ ഉണ്ടായിരുന്നല്ലോ, 10th പ്രിലിംസിന്റെ സെക്കൻഡ് ഫേസ് പരീക്ഷ ഉണ്ടായിരുന്നല്ലോ, അത് ഓഗസ്റ്റ് മാസം 22-ാം തീയതിയിലേക്ക് മാറ്റി. അന്നേ ദിവസം, ഈ ഒരു ഓഗസ്റ്റ് 22-ാം തീയതി എന്ന് പറയുന്നത് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷ നടക്കേണ്ടിരുന്ന ദിവസമാണ്. ആ ഒരു പരീക്ഷ നവംബർ മാസത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ മാസം നടന്ന CPO അല്ലെങ്കിൽ പോലീസ് കോൺസ്റ്റബിൾ, അതോടൊപ്പം തന്നെ വിമൻ പോലീസ് കോൺസ്റ്റബിൾ എന്നീ തസ്തികകളുടെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനായിട്ട് PSC തീരുമാനം ഉണ്ടാകുകയാണ് ചെയ്തത്. നിലവിലുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ 47 പേർക്ക് കൂടി ഈ ഒരു ദിവസങ്ങളിൽ നിയമനം ലഭിച്ചിട്ടുണ്ട്. ഇനി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ AMV എടുത്ത് നോക്കുകയാണെങ്കിൽ 35 പേർക്ക് കൂടി അവിടെ നിയമനം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരള ബാങ്ക് OA, അവിടെ കേരള ബാങ്ക് OAയിൽ 34 പേർക്ക് കൂടിയാണ് നിയമനം പോയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ അല്ലെങ്കിൽ HSST ജോഗ്രഫിയുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്, ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. 76 പേരാണ് ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഉള്ളത്. ഇനി ഉദ്യോഗാർത്ഥികൾക്ക് ആശങ്ക നൽകുന്ന വാർത്തകളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ആഴ്ച 30-ാം തീയതി ടൈപ്പിസ്റ്റ് ഉദ്യോഗാർത്ഥികളെല്ലാം കാത്തിരിക്കുന്ന ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷനാണ് വരാനായിട്ട് പോകുന്നത്. സെക്രട്ടേറിയറ്റിലേക്കും അതോടൊപ്പം തന്നെ നിയമസഭയിലേക്കും ലോക്കൽ ഓഡിറ്റ് ഫണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ വരാനായിട്ട് പോകുന്ന കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്. പക്ഷെ ഒരു പറ്റം ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷ എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷനാണ്. കാരണം KGTE അവരുടെ എക്സാമിന്റെ, ടൈപ്പ് റൈറ്റിംഗ് യോഗ്യതയുള്ള എക്സാമിന്റെ റിസൾട്ട് ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. അപ്പോൾ അത് നേരത്തെ ഡിക്ലെയർ ചെയ്ത് ആ ഒരു സർട്ടിഫിക്കറ്റ് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം ഒരു നല്ല ഒരു വാർത്തയായിരിക്കും വരാനായിട്ട് പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷമം വരുന്ന ഒരു വാർത്ത വന്നിരിക്കുന്നത് CPO റാങ്ക് ലിസ്റ്റിൽ നിന്നാണ്. റാങ്ക് ലിസ്റ്റ് വന്നിട്ട് 3 മാസമായിട്ടും ഇപ്പോഴും പല ജില്ലകളിലും, പത്തനംതിട്ട ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും ഇതുവരെ നിയമനം ഒരൊറ്റ അഡ്വൈസ് പോലും പോയിട്ടില്ല. ആകെ നിയമനത്തിൽ വെറും 7% മാത്രമാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളൊക്കെ പഠിച്ച് പരീക്ഷ എഴുതി കായിക പരീക്ഷയൊക്കെ പാസ്സായിട്ടാണ് റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ PSC ഈ ഒരു റാങ്ക് ലിസ്റ്റ് കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ മാക്സിമം നിയമനങ്ങൾ നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള തൊഴിലവസരങ്ങളെ പറ്റി കൂടുതൽ വാർത്തകളൊക്കെ അറിയാനായിട്ടും അതോടൊപ്പം തന്നെ ഓരോ അപ്ഡേറ്റുകളൊക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ച കൂടുതൽ അവസരങ്ങളെ പറ്റിയിട്ടുള്ള വാർത്തകളുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം, താങ്ക്